ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഭ്രാന്തന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹിമാചൽ പ്രദേശിൽ വെച്ച് നടന്ന ഞായറാഴ്ച നടന്ന മൂന്നാം ട്വന്റിയിലും സഞ്ജു സാംസൺ ഇടം പിടിച്ചില്ല ഗൈസ്. മലയാളി ആരാധകർ എല്ലാം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് മൂന്നാം ട്വന്റിയിലെങ്കിലും സഞ്ജു സാംസണെ ഇറക്കുമെന്നാണ്. പക്ഷേ മൂന്നാം ട്വന്റിയിലും സഞ്ജുവിനെ ഇറക്കിയില്ല. കാരണം എന്തെന്ന് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഗംഭീറും ഗില്ലുമായിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് സഞ്ജുവിനെ പുറത്താക്കാനുള്ള നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ഇതിവൃത്തങ്ങൾ അറിയിക്കുന്നത്. എങ്കിലും ആകാംക്ഷയോടെ ആരാധകർ എന്താണ് സംഭവിക്കുന്നതെന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നടക്കാൻ പോകുന്നത് ബുധനാഴ്ച നടക്കുന്ന നാലാം ട്വന്റിയിലെങ്കിലും സഞ്ജു സാംസണെ ഇറക്കുമോ ഇല്ലയോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. പരമ്പര 2-1 എന്ന നിലയിൽ ഇന്ത്യ ലീഡ് ഉയർത്തി നിൽക്കുന്നുണ്ടെങ്കിലും ടീമിൽ പൊട്ടിത്തെറികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മൂന്നാം ട്വന്റി കളി കഴിഞ്ഞ് അവസാനം ഗംഭീറും ഹർദിക് പാണ്ഡ്യയുമായിട്ട് ഡ്രസ്സിംഗ് റൂമിൽ വാഗ്വേദങ്ങൾ ഉണ്ടായി. എന്തുകൊണ്ട് സഞ്ജു സാംസണെ ഇറക്കുന്നില്ല എന്ന് ഹർദിക് പാണ്ഡ്യ ഗൗതം ഗംഭീറിനോട് ചോദിച്ചു. അങ്ങനെ രണ്ടുപേരുമായിട്ട് വാഗ്വേദങ്ങൾ ഉണ്ടായി എന്നും ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ഉള്ള ഒരു റിപ്പോർട്ടറാണ് പറഞ്ഞത്. അതും കൂടാതെ തന്നെ ഗുജറാത്ത് ടൈറ്റൻസിൽ വെച്ച് ഹർദിക് പാണ്ഡ്യയും ഗില്ലും തമ്മിലായിട്ട് വാക്പോരുകൾ പലതവണ ഉണ്ടായിട്ടുണ്ട്. ഹർദിക്കിന്റെ ഉള്ളിൽ ഗില്ലിനോട് എന്നും ദേഷ്യം തന്നെ ഉണ്ടായിരുന്നു. അതിനു പുറമെയാണ് ഹർദിക് പാണ്ഡ്യ ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്നും നേരെ മുംബൈ ഇന്ത്യൻസിലേക്ക് ചേക്കേറിയത്. ഇത് മുതൽക്കേ തുടങ്ങിയതാണ് ഹർദിക്കും ഗില്ലുമായിട്ടുള്ള വാക്പോരുകൾ. ഗില്ല് ഓപ്പണിംഗ് സ്പോട്ടിൽ ഫോമിലല്ലാത്തതിനാൽ ഹർദിക് പാണ്ഡ്യയ്ക്കും ഗില്ലിനോട് അത്ര അടുപ്പമില്ല എന്നാണ് ഇതിവൃത്തങ്ങൾ അറിയിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഗംഭീറിനോട് സഞ്ജുവിന് വേണ്ടി ഹർദിക് വാദിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. വീണ്ടും സഞ്ജുവിനെ ഓപ്പണിംഗ് സ്ലോട്ടിൽ ഇറക്കണം എന്നാണ് ഹർദിക് തുടരെ ഗംഭീറിനോട് വാദിക്കുന്നത്. അപ്പോൾ മലയാളി ആരാധകർ എല്ലാവരും ഉറ്റുനോക്കുന്നത് ബുധനാഴ്ച നടക്കുന്ന നാലാം ട്വന്റിയിലെങ്കിലും സഞ്ജുവിനെ ഓപ്പണിംഗ് സ്ലോട്ടിൽ ഇറക്കുമോ ഇല്ലയോ എന്നാണ് ആളുകൾ പ്രതീക്ഷിക്കുന്നത്. ഈ ആകാംക്ഷയ്ക്ക് ഇടയിലാണ് ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ നടന്ന ഒരു സംഭാഷണം ഈയിടയ്ക്ക് പുറത്തായത്. നാലാം ട്വന്റിക്ക് മുന്നോടിയായി ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ഗംഭീറും ഹർദിക് പാണ്ഡ്യയും വാക്കേതമുണ്ടായെന്നാണ് ഇതിവൃത്തങ്ങൾ അറിയിക്കുന്നത്. ഗംഭീറിനോട് ഹർദിക് പാണ്ഡ്യ കയർത്ത് സംസാരിച്ചു, കൂടെ നിന്ന് ഗില്ല് എതിർത്ത് ഇറങ്ങിപ്പോയി എന്നൊക്കെയാണ് ഡ്രസ്സിംഗ് റൂമിലെ സംഭവം ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. എന്താണ് ഇങ്ങനെ ഉണ്ടായതിനെക്കുറിച്ച് സഞ്ജു സാംസണും ഒന്നും പ്രതികരിച്ചിട്ടില്ല. സഞ്ജുവിനോട് അല്പം അടുപ്പം കൂടുതലുള്ളത് ഹർദിക് പാണ്ഡ്യയ്ക്കാണ്. അതിനാലാണ് ഇത്രയും പ്രശ്നങ്ങൾ ഇന്ത്യൻ ടീമിൽ ഉണ്ടായെന്നാണ് പറയപ്പെടുന്നത്. കൂടെ നിന്ന് അഭിഷേക് ശർമ്മ ഗില്ലിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുകയും അങ്ങനെയാണ് സഞ്ജു സാംസൺ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. പിന്നെ ഗംഭീറും ഹർദിക് പാണ്ഡ്യയും തുടരെ വാക്കേതമായി. ഇനി അതിൻ്റെ റിഫ്ലക്ഷൻ എന്താകുമെന്ന് നമുക്ക് നാലാം ട്വന്റിയിൽ കാത്തിരുന്ന് കാണാം. ഒന്നുകിൽ സഞ്ജുവിനെ ഓപ്പണിംഗ് സ്ലോട്ടിൽ ഇറക്കും, ഇല്ലെങ്കിൽ നാലാം ട്വന്റിയിലും സഞ്ജുവിനെ ഓപ്പണിംഗ് സ്ലോട്ടിൽ നിന്നും തഴയും. പിന്നെ അടുത്ത് നടക്കാൻ പോകുന്ന 2020 വേൾഡ് കപ്പിലും ഉൾപ്പെടുത്താതെ സഞ്ജുവിനെ തഴയാനാണ് ഗംഭീറിന്റെ അതിബുദ്ധി എന്നാണ് ഇതിവൃത്തങ്ങൾ പറയുന്നത്. ഇതിനിടയിൽ ഗംഭീറും ചീഫ് സെലക്ടർ അഗാർക്കറുമായുള്ള ഒരു ഫോൺ സംഭാഷണം പുറത്തായതും ഇതിനൊരു പരാമർശം തന്നെയായിട്ടുണ്ട്. ഇവർ തമ്മിൽ സംസാരിക്കുന്ന ഒരു ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തായിക്കൊണ്ടിരിക്കുന്നത്. ഗംഭീറും അഗാർക്കറും സംസാരിക്കുകയായി. സഞ്ജുവിനെ ഇനിയുള്ള 2 ട്വന്റിയിലും എടുക്കണ്ട, പുറത്തിരുത്താം എന്നാണ് അവരുടെ സംഭാഷണത്തിൽ പറഞ്ഞതെന്നാണ് ഇതിവൃത്തങ്ങൾ അറിയിക്കുന്നത്. സഞ്ജു ഒരു മലയാളി ആയതുകൊണ്ട് മാത്രമല്ല, സഞ്ജു ഇനിയും ഓപ്പണിംഗ് സ്ലോട്ട് കിട്ടി കളിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റു പലരുടെയും റെക്കോർഡുകൾ അടിച്ചു തകർക്കുമെന്നുള്ള ഒരു ഭയം അജിത് അഗാർക്കർക്കും ഗംഭീറിനും ഉണ്ടെന്നാണ് ഇതിവൃത്തങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇവർ തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. ഗംഭീറും അഗാർക്കറും പറയുന്നത് സഞ്ജുവിനെ ഇനിയും ടീമിൽ ഉൾപ്പെടുത്തണ്ട, വരുന്ന ലോകകപ്പിനുള്ള ടീമിലും സഞ്ജുവിനെ ഉൾപ്പെടുത്തണ്ട എന്നാണ് ഇവരുടെ ഫോൺ സംഭാഷണം പുറത്തായത്. എന്നാൽ ആരാധകർ ഉറ്റുനോക്കുന്നത് ഇന്ന് വൈകുന്നേരം 7 മണിക്ക് നടക്കുന്ന നാലാം ട്വന്റിയിലും സഞ്ജുവിനെ ഓപ്പണിംഗ് സ്ലോട്ടിൽ ഇറക്കുമോ ഇല്ലയോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. കാരണം എന്തെന്നാൽ ഇത്രയും വാഗ്വേദങ്ങളും ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് നടന്നിട്ടും എന്തുകൊണ്ട് സഞ്ജു സാംസണെ വീണ്ടും പുറത്തിരുത്തുമോ അതോ പ്ലേയിങ് 11 ഉൾപ്പെടുത്തുമോ എന്നാണ് ആരാധകർ വീണ്ടും ഉറ്റുനോക്കുന്നത്. ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, തീർച്ചയായും ഇന്നത്തെ നാലാം ട്വന്റിയിലും
സഞ്ജു സാംസൺ പ്ലേയിങ് 11 ഉൾപ്പെടില്ല. കാരണം എന്തെന്നാൽ അഗാർക്കറും ഗംഭീറുമായിട്ടുള്ള ഫോൺ സംഭാഷണം ലീക്കായതിനെ തുടർന്ന് സഞ്ജുവിനെ 100% പുറത്തിരുത്താനാണ് സാധ്യത. കാരണം സഞ്ജു ഒരു മലയാളി ആയതിനാലാണ്, സഞ്ജു ജനിച്ചത് കേരളത്തിൽ ആയതിനാലാണ്. അതേപക്ഷം സഞ്ജു ഒരു മുംബൈയിലോ ലക്നൗവിലോ ജനിച്ചിരുന്നുവെങ്കിൽ സഞ്ജുവിന് 100% ചാൻസ് കിട്ടിയേനെ. ഇല്ലെങ്കിൽ സഞ്ജുവിൻ്റെ പേരിന് പിന്നിൽ ഒരു സഞ്ജു റാണയെന്നോ സഞ്ജു ശർമ്മയെന്നോ ആയിരുന്നുവെങ്കിൽ സഞ്ജു ഇപ്പോഴും ഫോമിലല്ലെങ്കിലും ടീമിൽ 10 കളി കഴിഞ്ഞിരുന്നാലും ടീമിൽ ഇടം കിട്ടിയേനെ. ഇതാണ് നോർത്ത് ഇന്ത്യൻ ലോബികൾ നടക്കുന്ന വൺ പൊളിറ്റിക്സ്. എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് കണ്ടറിയാം ഗൈസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലെ പുതിയ പുതിയ വാർത്തകളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരികയാണ് ഗൈസ്. ഭ്രാന്തൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്.